നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ ദിലീപ്. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതായും കോടതിയലക്ഷ്യ ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നു. അതേസമയം ദിലീപിന്റെ പിടിച്ചുവെച്ച പാസ്പോർട്ട് തിരിച്ചു നൽകാനും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. നടിയെ ആക്രമിച്ച കേസിൽ 6 കോടതിയലക്ഷ്യ ഹർജികളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതായും കോടതിയിൽ പറയാത്ത കാര്യങ്ങൾ വരെ ചാനലുകളിൽ പറഞ്ഞതായും കോടതിയലക്ഷ്യ ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുൻപ് ചാനലിന് ഇന്റർവ്യൂ നൽകി. ഇത്തരമൊരു സാക്ഷിയുണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് പറയുന്നു. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12-ന് പരിഗണിക്കാൻ മാറ്റി. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാനും കോടതി തീരുമാനിച്ചു. പുതിയ സിനിമയുടെ പ്രമോഷൻ ആവശ്യത്തിനായി ദിലീപിന് വിദേശത്തേക്ക് പോകേണ്ടി വരുമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ അവസാനിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടി. ജനം, കൊച്ചി.